ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കുറ്റപത്രത്തിന്റെ വിവിധ വിശദാംശങ്ങൾ നമ്മളുടെ പ്രതിനിധി ശരൺ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണെന്നും കുറ്റപത്രം പറയുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് 2 വകുപ്പുകളുമാണ്. വിവരങ്ങളുമായി എസ് ശരൺ ഉണ്ട്. ശരൺ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കുറ്റപത്രത്തിൽ 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നടിയെ കൃത്യമായിട്ട് മനഃപൂർവ്വമായി തന്നെ പിന്തുടർന്ന് ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തി ബുദ്ധിമുട്ടിക്കുകയായിരുന്നു എന്നാണോ ഈ കുറ്റപത്രത്തിൽ പറയുന്നത്? ശരൺ. അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും സംസ്ഥാനത്തെ ഒരു പ്രമുഖ വ്യവസായിയിൽ നിന്ന് നേരിട്ട ദുരനുഭവം അത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ നടി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സെൻട്രൽ പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നത്. സെൻട്രൽ പോലീസ് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 300-ലധികം പേജുകളുള്ള കുറ്റപത്രം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ കേസിന്റെ നാൾ വഴികൾ നമുക്ക് അറിയാവുന്നതാണ്. നേരത്തെ നടി സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഒരാൾ തന്നെ പിന്തുടർന്ന് നിരന്തരമായി തന്നെ അധിക്ഷേപിക്കുന്നുവെന്ന് പറയുന്നു. അതിനുശേഷം അയാളുടെ പേര് വെളിപ്പെടുത്തുന്നു. അത് ബോബി ചെമ്മണ്ണൂരാണെന്ന് പറയുന്നു. നിയമ പോരാട്ടത്തിലേക്ക് താൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് സെൻട്രൽ പോലീസിന് പരാതി നൽകിയിരുന്നത്. ജനുവരി 8-ാം തീയതിയാണ് പരാതി വരുന്നത്. അതായത് ജനുവരി 8-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടി പരാതി ലഭിക്കുമ്പോൾ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തുകൊണ്ട് പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നതാണ്. ഏതായാലും ബോബി ചെമ്മണ്ണൂർ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നത്, താൻ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി അധിക്ഷേപിക്കാൻ നടിക്ക് എതിരെ അങ്ങനെ നടിയെ അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് നേരത്തെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലടക്കം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നത്. എന്തായാലും അത് പൂർണ്ണമായും തെറ്റാണെന്നുള്ളതാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ആളാണ്. അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് നടിയെ അധിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ നടിയെ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഒപ്പം തന്നെ സമൂഹ മാധ്യമം, അതായത് ഒരു നടിക്ക് മാത്രമല്ല മറ്റ് പലർക്കും ഇയാൾ നിന്ന് ദുരനുഭവം നേടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ സമൂഹ മാധ്യമങ്ങളുടെ ഇയാൾ നടത്തിയ ഇടപെടലുകൾ സംബന്ധിച്ചുള്ള തെളിവുകളടക്കം ഈ കുറ്റപത്രത്തിൽ ഉണ്ടെന്നുള്ളതാണ്. പലർക്ക് നേരെയും ഇയാൾ ലൈംഗിക അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ശേഖരിച്ച് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കേസിന്റെ തുടക്കത്തിൽ ഒരു വകുപ്പാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അത് BNS-75 ആണ്, ലൈംഗിക അധിക്ഷേപമാണ്. ഇതിന് പുറമെയാണ് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയപ്പോൾ നടി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. അതായത് തന്നെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് BNS-79 സ്റ്റോക്കിങ്ങിന്റെ വകുപ്പായ BNS-79 കൂടി ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി വിചാരണ വേളയിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് ബോബി ചെമ്മണ്ണൂർ പലപ്പോഴായി യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ ഇന്റർവ്യൂ അടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് അഭിമുഖം നൽകുമ്പോൾ പലർക്കെതിരെയും മോശപ്പെട്ടുള്ള പരാമർശങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ആ നടിയുടെ വിശദമായ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം സാക്ഷിമൊഴികൾ കൂടി ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രമാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ശരൺ, ഈ നമ്മളോട് ആദ്യം പ്രതികരിച്ചിരുന്നു ബോബി ചെമ്മണ്ണൂർ. ആദ്യം പ്രതികരിക്കുന്നത് നമ്മളിലൂടെയാണ് ആദ്യം ഈ വിഷയത്തിൽ തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞത്. ആ മാപ്പ് പറഞ്ഞതൊന്നും എന്തായാലും കുറ്റപത്രത്തിൽ ഒരു ഇളവിനും പ്രതി അർഹനല്ല എന്ന മട്ടിലാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം ഈ നടി തുടർച്ചയായിട്ട് അവഹേളനങ്ങൾ നേരിട്ടപ്പോഴും ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെയുള്ളവരുടെ ഭാഗത്തു നിന്നും സൈബർ ആക്രമണങ്ങളൊക്കെ നേരിട്ടപ്പോഴും ആ പരാതിയുമായി മുന്നോട്ട് പോയത് പോലീസ് ഗൗരവമായി തന്നെയാണ് പരിഗണിക്കുന്നത്. ആ അർത്ഥത്തിൽ ആ നടി കാണിച്ച ധൈര്യത്തെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. ഒരു ഭാഗത്ത് വളരെ ക്രൂരമായ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് പിന്നീട് ഈ നടി നേരിട്ടതെന്നും ശരൺ അറിയാമല്ലോ. അപ്പോൾ അതിന് ഈ കുറ്റപത്രം വരുമ്പോൾ അതിന് ഒരു നീതി കൊടുക്കുന്ന തരത്തിലുള്ള കുറ്റപത്രം എന്ന രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ?
അരുൺകുമാർ, തീർച്ചയായിട്ടും നീതി പുലർത്തുന്ന ഒരു കുറ്റപത്രം തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ തുടക്കം മുതൽ തന്നെ പോലീസിന്റെ നടപടികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പ്രമുഖനെതിരെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അമാന്തിച്ചു നിൽക്കുന്ന കേരള പോലീസിനെയാണ് നമ്മൾ കണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ വളരെ വേഗത്തിൽ തന്നെ കാര്യക്ഷമമായിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി 8-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടി ഈ പരാതി വരുമ്പോൾ 2 മണിക്കൂറിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വയനാട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പിടികൂടുകയാണ് ചെയ്തത്. അതിനുശേഷം ചോദ്യം ചെയ്താണ് അറസ്റ്റിലേക്ക് കടന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കുറ്റപത്രം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നടിക്ക് മാത്രമല്ല മറ്റ് പല ആളുകൾക്കും ദുരനുഭവം ഇയാളിൽ നിന്ന് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തെളിവുകൾ കൂടി ശേഖരിച്ചുകൊണ്ട് ഇയാൾ നിരന്തരമായിട്ട് ഇത്തരത്തിൽ അധിക്ഷേപം നടത്തുന്ന വ്യക്തിയാണ് എന്നുള്ളത് പറയാനുള്ള തെളിവുകൾ ഈ കുറ്റപത്രത്തിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ആ നടി എടുത്ത നിലപാടിന് നമ്മൾ പൂർണ്ണമായിട്ടും ഐക്യപ്പെടുകയാണ്. പലതരത്തിലുള്ള സൈബർ ആക്രമണത്തിന് ആ നടി വിധേയയായി. പല ആളുകളും സംശയിച്ചു ഇവരുടെ വസ്ത്രധാരണം കുഴപ്പമുള്ളതല്ലേ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്, വസ്ത്രധാരണം ഓരോരുത്തരുടെയും മൗലിക അവകാശമാണ്. അത് നിശ്ചയിക്കാൻ നമുക്കൊരു അവകാശവുമില്ല. നമുക്ക് കൊള്ളില്ലെങ്കിൽ നിങ്ങൾ നോക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. കൊള്ളാമെങ്കിൽ അത് നോക്കുക, അവരോട് അഭിനന്ദനം അറിയിക്കുക. അതല്ലെങ്കിൽ അവരെ ഇതേപോലെ ലൈംഗികമായി ഇകഴ്ത്താനോ ആക്ഷേപിക്കാനോ ഒന്നുള്ള അവകാശം നമുക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഉറപ്പാക്കുകയാണ് കുറ്റപത്രം. എന്നാലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കോടതിയാണ് ഇക്കാര്യത്തിൽ തെളിവുകൾ സഹിതം വിധി പറയേണ്ടത്. നമുക്ക് കാത്തിരിക്കാം. ബോബി ചെമ്മണ്ണൂർ എന്തായാലും കേസിൽ ഡിഫൻസ് സ്വീകരിക്കുമല്ലോ. പക്ഷേ ഇനി എന്ത് ഡിഫൻസാണ് സ്വീകരിക്കാൻ പോകുക? തെളിവുകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്, സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂരിന് കുരുക്കായി മാറുന്നത്.